നമ്മുടെ PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് അദ്ദേഹം ജാനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അന്ന് കോഴിക്കോടാണ് അദ്ദേഹം കൊടി ഉയർത്തിയത്. കൊടി ഉയർത്തിയതിന് ശേഷം ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുക എന്നോ മറ്റോ പേരുള്ള ഒരു ഏർപ്പാടുണ്ട്. തുറന്ന ജീപ്പിൽ പോലീസുകാരെ അഭിവാദ്യം ചെയ്യുന്ന ഒരേർപ്പാട്. ഇതൊക്കെ സ്വാതന്ത്ര്യദിന റിപ്പബ്ലിക് ദിന ചടങ്ങുകളാണ്. സ്വാതന്ത്ര്യദിനത്തിനും ഇതുപോലത്തെ ചടങ്ങുകൾ ഉണ്ടാവാറുണ്ട്. ഈ ഓഗസ്റ്റ് 15 ജാനുവരി 26 എന്നൊക്കെ പറഞ്ഞാൽ ഓർക്കാപ്പുറത്ത് പൊട്ടി വീഴുന്ന ദിവസങ്ങളല്ല. നമുക്ക് എത്രയോ കാലമായിട്ടറിയാം ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്, അന്ന് ഈ ചടങ്ങൊക്കെ ഉള്ളതാണ്, അതിന് തയ്യാറെടുക്കേണ്ടതാണ്, ഇതെല്ലാം അറിയാം. മുഹമ്മദ് റിയാസിനും അറിയാം, ഇത് സംഘടിപ്പിച്ചവർക്കും അറിയാം. പക്ഷേ ഇവർ പോലീസ് ജീപ്പ് ഉപയോഗിക്കാതെ വാടക കൊടുത്തോ അല്ലാതെയോ ഒരു ജീപ്പ് കൊണ്ടുവന്നു. അത് സ്ഥലത്തെ പ്രധാന ഒരു കോൺട്രാക്ടറായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. മുഹമ്മദ് റിയാസിനോട് ചോദിച്ചപ്പോഴാണ് പ്രശ്നത്തിൻ്റെ ഗൗരവം കൂടുതലാണ് എന്ന് മനസ്സിലാകുന്നത്. മുഹമ്മദ് റിയാസ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എന്നെ ചീത്തയാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇറക്കുന്ന കഥയാണ്. കോൺട്രാക്ടറെ ആയാലെന്താ, ഏതെങ്കിലും പിടികിട്ടാപ്പുള്ളിയുടെ ആയാൽ തന്നെ എന്താ, ഞാനതിൽ കയറുമ്പോൾ RC ബുക്ക് നോക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പേരിൽ ക്രിമിനൽ കേസുണ്ടോ എന്ന് നോക്കിയിട്ടാണോ ഞാൻ വണ്ടിയിൽ കയറുന്നത്? വണ്ടി വന്ന് നിൽക്കുന്നു, ഞാൻ കയറുന്നു. സാങ്കേതികമായിട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ പിടികിട്ടാപ്പുള്ളിയുടെ ആണെങ്കിലും കൊലപാതകയുടെ ആണെങ്കിലും ഒക്കെ ജീപ്പ് ആയാൽ എനിക്കതിൽ യാതൊരു തെറ്റും തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. കാരണം മുഹമ്മദ് റിയാസ് ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല എന്ന് മനസ്സിലാക്കണം. സംസ്ഥാന മന്ത്രിമാരിൽ ഒരാളാണ്, ഭരണഘടനാ പദവിയുള്ള ഒരാളാണ്. അപ്പോൾ പോലീസ് ജീപ്പ് നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റണം. നമുക്കൊക്കെ പറ്റുന്നുണ്ട്. പോലീസിൻ്റെ ഇടിവണ്ടിയും അല്ലാത്ത ജീപ്പും തമ്മിൽ നമ്മൾ തിരിച്ചറിയുന്നില്ലേ? ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് പോലീസ് ജീപ്പാണെന്ന്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇതെന്താ ഈ ജീപ്പ്, ആരുടെ ജീപ്പായത്, പ്രൈവറ്റ് ജീപ്പാണല്ലോ എന്ന് ചോദിക്കണ്ടേ? അതിന് ജില്ലാ കളക്ടറോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ മറുപടി പറയണ്ടേ? ഇത് മന്ത്രിയുടെ ഒരു അനാസ്ഥ, അല്ലെങ്കിൽ എന്ത് വന്നാൽ എനിക്കെന്താ എന്നുള്ള ഒരു പിണറായി വിജയൻ ശൈലി ഈ മരുമകനും കയറി ബാധിച്ചതിൻ്റെ ലക്ഷണമാണ്. ഇതൊന്നും നല്ല കാര്യമല്ല. കാരണം ജാനുവരി 26 ഒരു ജീപ്പ് തയ്യാറാക്കാൻ പോലും കോഴിക്കോട് പോലീസിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവർക്കത് സാധിക്കും. ഇത് മന്ത്രി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എനിക്ക് ഇന്ന ജീപ്പ് മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടെന്നേ ഇപ്പോൾ മന്ത്രിമാർക്ക്. പഴയ കാലമൊന്നുമല്ല. ഈ പൊട്ട പോലീസ് ജീപ്പിലൊന്നും കയറാൻ എന്നെ കിട്ടില്ല. നല്ല തേച്ച് മിനുക്കിയ ജീപ്പ്, അങ്ങനൊരു ജീപ്പ് ഇല്ല സാർ പോലീസിൽ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇന്ന ആളെ വിളിക്കുക, ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയാം. ഇങ്ങനെയൊക്കെ എന്തോ നാടകം പിന്നിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണിത് ചോദിച്ച പാടെ റിയാസ് അങ്ങ് പൊട്ടിത്തെറിക്കുന്നത്. പിടികിട്ടാപ്പുള്ളി ആയാലെന്താ എന്ന് ചോദിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ എന്താ കഥയെന്ന് റിയാസ് തന്നെ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും കേരള പോലീസിന് ഒരു ജീപ്പില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാമാന്യ ജനങ്ങൾ തയ്യാറാവില്ല. ഈ റിയാസിനെ പോലുള്ളവരുടെ ധാർഷ്ട്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു കാണാറുണ്ട്. താൻ മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഒരു ഒന്നാമനാണ്, മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ താനാണ് എന്ന് റിയാസ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ ആദ്യ സംഭവം മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ മറ്റ് മന്ത്രിമാർ തയ്യാറാവുന്നില്ല എന്ന് റിയാസ് ഒരിക്കൽ പരസ്യമായി പ്രതികരിച്ചു. അതേ തുടർന്ന് ഓരോ മന്ത്രിയായിട്ട് പ്രതികരിക്കാനും പിണറായി വിജയനെ രക്ഷിക്കാനും ഇറങ്ങി. ഇപ്പോൾ പിണറായി വിജയനെ രക്ഷിച്ചാൽ പോരാ, റിയാസിൻ്റെ ഭാര്യ വീണയെ കൂടെ രക്ഷിക്കേണ്ട ബാധ്യത മറ്റ് മന്ത്രിക്കാർക്കും പാർട്ടിക്കാർക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് വീണയുടെ കേസ് വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഈ കേസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തെറ്റാണ് ശരിയാണ് എന്നൊക്കെ വിശദീകരിക്കാൻ കാരണം ഇതാണ്. ഇവർക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് എന്താ ബാധ്യത? മുഖ്യമന്ത്രിയുടെ മകൾ എന്തെങ്കിലും ബിസിനസ് അതും ബാംഗ്ലൂർ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? ഞങ്ങൾക്കറിയില്ല, അത് മുഖ്യമന്ത്രിയുടെ മകളാണ്, അവരെന്തോ ബിസിനസ് ചെയ്യുന്നു, അവരെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ പിടിക്കട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഞങ്ങൾക്കിതിലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയണ്ടേ? അങ്ങനെ ഒഴിയുന്നില്ല. വീണയെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നു. അതായത് പിണറായി വിജയനെ സംരക്ഷിക്കണം, പിണറായി വിജയൻ്റെ മകളെ സംരക്ഷിക്കണം, മകളുടെ ഭർത്താവും മറ്റൊരു മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ സംരക്ഷിക്കണം. കാരണം മുഹമ്മദ് റിയാസ് ക്യാബിനറ്റിൽ നമ്പർ 2 ആണ്.
ഒരു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകുകയാണെങ്കിൽ അന്ന് മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിക്കുകയാണ് മുഹമ്മദ് റിയാസ്. ഈ മുഹമ്മദ് റിയാസാണ് ഈ ജീപ്പിൻ്റെ കാര്യത്തിൽ ഇങ്ങനത്തെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ജീപ്പ് ഏതോ ഒരു അൺക്ലീൻ സോഴ്സിൽ നിന്ന് വരുത്തിയ ജീപ്പാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് ഇത് ചോദ്യം കേട്ടപ്പോൾ പ്രകോപിതനായത്. ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കാൻ ബാധ്യതയുള്ള മന്ത്രി തന്നെ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനുണ്ട്, സംതിങ് ഈസ് ഫിഷി എന്ന ആളുകൾക്ക് തോന്നുകയല്ല, അത് യാഥാർത്ഥ്യമാണ് താനും. കാരണം കേരള പോലീസിന് കോഴിക്കോട് ഒരു ജീപ്പില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ പറ? എത്ര ജീപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടുന്നു. ഇനി ആ ജീപ്പുകൾക്ക് മേൽക്കൂരയുണ്ട്, ഇത് തുറന്ന ജീപ്പ് വേണം. ശരി, തുറന്ന ജീപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ നടന്നാൽ മതി. ഇത് കിലോമീറ്ററുകളൊന്നും നടക്കേണ്ട കാര്യമില്ലല്ലോ. ഈ പോലീസുകാരുടെ മുമ്പിൽ കൂടെ കുറച്ച് ദൂരം നടക്കണം, അത്രയേ ഉള്ളൂ. അതിന് ജീപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഉള്ള ഒരു ജീപ്പിൻ്റെ മേൽക്കൂര എടുത്ത് മാറ്റിയിട്ട് ഓപ്പൺ ജീപ്പാക്കിയിട്ട് പോയാലും അതിലും ദോഷമൊന്നുമില്ല. കാരണം ഈ റിപ്പബ്ലിക് ഡേ പരേഡിന് ഉപയോഗിക്കുന്ന ജീപ്പിൻ്റെ ബ്രാൻഡ് ഇന്നതാണ് എന്നൊന്നും പ്രശ്നമല്ല. ആ ജീപ്പ് പോലീസിൻ്റെ ജീപ്പായിരിക്കണം, ആഭ്യന്തര വകുപ്പിൻ്റെ ജീപ്പായിരിക്കണം. ഇത്രയും സംവിധാനവും സന്നാഹവും വലിയ വലിയ കൊട്ടാരം പോലത്തെ വണ്ടികളും ബസ്സും ഒക്കെയുള്ള ആളുകൾക്ക് കുറച്ച് ദൂരം സഞ്ചരിക്കാൻ ഒരു ജീപ്പ് വേണം എന്നുള്ള അവസ്ഥ. ആ ജീപ്പ് കിട്ടാനില്ല. അതുകൊണ്ട് വഴിയേ പോയവൻ്റെ ജീപ്പ് കൊണ്ടുവന്നിട്ട്, അങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഏത് പിടികിട്ടാപ്പുള്ളിയുടെ ആണെങ്കിലും എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏതോ ഒരു പിടികിട്ടാപ്പുള്ളിയുടെ ആണ് ഈ ജീപ്പ്. ആ ജീപ്പിൽ ഇദ്ദേഹം ഞെളിഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അപഹാസ്യമായ ഏർപ്പാടാണ്. മുഹമ്മദ് റിയാസ് ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന് നടക്കാൻ പറ്റും. നടക്കാൻ പോലീസുകാരുടെ മുമ്പിൽ കൂടെ അങ്ങനെ എത്രയോ മന്ത്രിമാർ നടക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ജീപ്പ് തന്നെ വേണമെന്നില്ല. അത്ര ദൂരമൊട്ട് നടക്കാനുമില്ല, ചെറിയൊരു ദൂരമാണ് അസംബ്ലി ചെയ്ത് അറ്റൻഷനിൽ നിൽക്കുന്ന പോലീസുകാരുടെ മുമ്പിൽ കൂടെ നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ രഹസ്യം എന്താണ് എന്ന് ഇനിയും പുറത്തു വരാനിരിക്കുന്നു. എന്തൊക്കെയോ അവിശുദ്ധ ബന്ധങ്ങൾ മുഹമ്മദ് റിയാസിന് അവിടെയും ഇവിടെയുമൊക്കെ ഉണ്ടെങ്കിൽ എന്താ എന്നുള്ളൊരു ഭാവത്തിൽ അങ്ങേര് നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് നാളെ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ മുഹമ്മദ് റിയാസ് തീരെ ചെറുപ്പമാണ്. ചെറുപ്പത്തിൻ്റെ എടുത്തുചാട്ടം, ഹുങ്ക് ഇതൊക്കെ ഉണ്ടാവും. കാലം പോകെ ഇതിനെല്ലാം മുഹമ്മദ് റിയാസിന് തിരിച്ചടി കിട്ടും. അതുകൊണ്ട് നേരെ ചൊവ്വേ മര്യാദയ്ക്ക് ജീവിക്കുന്നതാണ് മുഹമ്മദ് റിയാസിനാണെങ്കിലും ഭാവിയിലേക്ക് നല്ലത് എന്ന് മാത്രം പറയുന്നു. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.